തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ദൈവത്തിങ്കിലേക്ക് സ്നേഹത്തോടെ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ഭൂതകാലത്തെ മാറ്റുവാൻ സാധ്യമല്ല, സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതിയത് ആരംഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിൽ ആകുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടികളായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതം പാപം നിറഞ്ഞതാണെങ്കിൽ ആ പാപത്തെ ഏറ്റെടുക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതം തകർന്നതാണെങ്കിൽ, രോഗത്താൽ അടിമപ്പെട്ടതാണെങ്കിൽ അതിനെ അതിജീവിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവൻ നൽകാൻ, നമ്മെ ബലപ്പെടുത്താൻ, നമ്മെ ശക്തിപ്പെടുത്താൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കർത്താവിനെ സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഏകമാർഗം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ഈശോയെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈശോയെ തിരഞ്ഞെടുക്കലാണ്, ഈശോയെ സ്വന്തമാക്കലാണ്, ഈശോയുടെ മുമ്പിൽ യെസ് ടു ജീസസ്, കർത്താവിനോട് ദൈവമേ ഞാനിതാ എന്ന് പറയലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ. പൗലോസ്ലീഹ ഈ തിരിച്ചറിവിൽ നിന്ന് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ സ്വന്തമാക്കി ജീവിക്കുന്ന കരുത്ത് നമുക്ക് കാണിച്ചു തരികയാണ്. കർത്താവിലായിരിക്കുമ്പോൾ, കർത്താവിനെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാൻ, ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്ന വലിയൊരു പ്രത്യാശ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഈശോയിലേക്ക് അടുത്ത് ഈശോയെ സ്വന്തമാക്കി ഈശോയോട് യെസ് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ട വലിയ കൃപ, അഭിഷേകം, ശക്തി ദൈവം നമുക്ക് നൽകുവാൻ എപ്പോഴും തിരുമനസ്സാണ്. ആ മനസ്സിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ച് കർത്താവിനെ നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.